ഇത് പറഞ്ഞാൽ മുസ്ലിയാക്കന്മാർക്ക് അടുത്തൊരു ന്യായീകരണമുണ്ട്. എന്താണത്? അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. മൊയ്തീൻ ശൈഖിന് സ്വന്തമായിട്ട് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. പിന്നെ അള്ള കൊടുത്ത കഴിവേ ഉള്ളൂ. ഇവിടെ നമ്മുടെ മുസ്ലിയാർ എന്താ പറഞ്ഞത്? അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദ്, ആ സ്വമദീയത്ത് എന്ന ഗുണമുള്ളവൻ അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് തേടിയാൽ കുഴപ്പമില്ല, അള്ളാഹുവിന് മാത്രമേ സ്വമദീയത്ത് എന്ന ഗുണമുള്ളൂ, വേറെ ആർക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരോട് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിൽ, ഇസ്തിഗാസ ചെയ്താലും കുഴപ്പമില്ല എന്ന അർത്ഥത്തിലാണ് മുസ്ലിയാർ ഇവിടെ പറഞ്ഞത്. എന്നാ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണം, സ്വമദി എന്നത് അള്ളാഹുവിന്റെ ഒരു ഗുണമാണ്. ഉപരി പറയാണ് സൂറത്തുൽ ഇഖ്ലാസ് നമ്മളാണ് കൂടുതൽ ഓതാറുള്ളത്. അതിൽ ഇതാ കാര്യമായി പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. എങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ പറയുക, അല്ലാഹു ഏകനാണ്, അല്ലാഹു അഹദാണ്, അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദാണ് എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട സംഗതിയുണ്ട് സഹോദരങ്ങളെ. എന്താണെന്നറിയോ? അല്ലാഹു അഹദാണ്, അല്ലാഹു അസ്വമദാണ്. ഹുവല്ലാഹു അഹദുൻ, അല്ലാഹു അഹദാണ്, അൽ അഹദ് എന്ന് അല്ലാഹു പറഞ്ഞില്ല. പിന്നെയോ അല്ലാഹു സ്വമദ്, അവിടെ അല്ലാഹു സ്വമദുൻ എന്ന് പറഞ്ഞില്ല, അല്ലാഹു അസ്വമദ് അലിഫ് ലാം വെച്ചുകൊണ്ട് മഅരിഫയാക്കിക്കൊണ്ട് പറഞ്ഞു. എന്താണ് കാരണമെന്നല്ലേ ഇമാം ബൈലാവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ സൂറത്തുൽ ഇഖ്ലാസിന്റെ വിശദീകരണത്തിൽ ഇമാം ബൈലാവി പറയുകയാണ്, അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്, ആ സ്വമദി എന്നതിനെ വിശദീകരിക്കുകയാണ്. വതഅരീഫുഹു, അസ്വമദി എന്നതിനെ തഅരീഫ് മഅരിഫയാക്കി പറഞ്ഞത് ലിഇൽമിഹിം ബിസ്വമദിയതിഹി ബിഖിലാഫി അഹദിയതിഹി. എന്താണ്? ആ ആളുകൾ, മക്കത്തെ മുശ്രിക്കീങ്ങളായ ആളുകൾ, അവർക്ക് അറിയാമായിരുന്നു അല്ലാഹുവിന്റെ സ്വമദീയത്ത്, അല്ലാഹു സ്വമദാണ് എന്ന കാര്യം അവർക്കറിയാമായിരുന്നു. ബിഖിലാഫി അഹദിയതിഹി, അല്ലാഹു ഏകനാണ് എന്ന കാര്യം അവരറിയാതെ സമ്മതിക്കാതിരുന്ന പോലെ, അഥവാ അതവർ സമ്മതിച്ചിട്ടില്ല. എന്നാൽ അല്ലാഹു സ്വമദാണ് എന്ന കാര്യം അവർ സമ്മതിച്ചിരുന്നു, അംഗീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് അസ്വമദ് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടില്ലേ? തഫ്സീർ ബൈലാവിൽ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അപ്പൊ സഹോദരങ്ങളെ, എന്താണ് വിഷയം? മക്കത്തെ മുശ്രിക്കീങ്ങൾ പോലും അത് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ മക്കത്തെ മുശ്രിക്കീങ്ങളുടെ അവസ്ഥ എന്താ? അവർ അല്ല ഇല്ല എന്ന് പറഞ്ഞോ? ഇല്ല, അല്ല ഉണ്ട്. വലൈൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ്, ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അള്ളയാണെന്ന് അവർ പറയും. വലൈൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ ലയഖൂലുന്നല്ലാഹ്, ആകാശലോകത്ത് മഴ വർഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അള്ളയാണെന്ന് അവർ പറയും. അതുപോലെ തന്നെ വലൈൻ സഅൽതഹും മൻ ഖലഖഹും, അവരെ സൃഷ്ടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതിനും അള്ളയാണെന്ന് അവർ പറയും. ഇതൊക്കെ അവർ സമ്മതിച്ചു. എത്രത്തോളം അറിയോ? കപ്പലിൽ യാത്ര ചെയ്യുമ്പോ, കടലിൽ സഞ്ചരിക്കുന്ന സമയത്ത് പോലും അവർ ദുആ ചെയ്യുന്നു അല്ലാഹുവിനോട്. ഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ ഈ കപ്പലിൽ യാത്ര ചെയ്യുമ്പോ അല്ലാഹുവിന് കീഴ്വണക്കം അവന് മാത്രം അർപ്പിച്ചുകൊണ്ട് അല്ലാഹു ദുആ ചെയ്യും എന്നാണ്. ഇത് ഞാൻ പറയും മാത്രമല്ല, മുജാഹിദീൻ മാത്രം പറയല്ല, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ ഫൈസി, മുസ്തഫൽ ഫൈസി പറയുന്നു, നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. എന്താ ഉപർ പറയുന്ന അറിയോ? ഉപർ പറയുന്നത് അവരങ്ങനെ ദുആ ചെയ്യും. കാരണം കപ്പലിൽ യാത്ര അവരുടെ ദൈവങ്ങളൊക്കെ വിഗ്രഹങ്ങള്, കല്ല്, മരം എന്നൊക്കെ പറഞ്ഞാൽ അത് എവിടെയുള്ളത്? അത് കരയിലാണ്. അത് കരയിലാണ്. അതിങ്ങനെ പല കോലത്തിലുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, അങ്ങനത്തെ പലതുണ്ട് പറഞ്ഞിട്ട് അതൊക്കെ ഉള്ളത് കരയിലാണ്. കടലിലെത്തിയാൽ അതൊന്നുമില്ല. അവരതൊക്കെ വിട്ട് അള്ളാഹിനോട് തന്നെ തേടും, പ്രാർത്ഥിക്കും. പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടുകൾ വന്നാലോ പിന്നെ അള്ളാഹിൽ പങ്കു ചേർക്കും. അപ്പൊ കടലിലെത്തിയാൽ അവരെന്ത് ചെയ്യും? അള്ളാഹിനോട് തന്നെ ദുആ ചെയ്യുമെന്ന് ഈ വിഷയത്തെ അവർക്ക് അനുകൂലമായി ന്യായീകരിക്കുന്നതിനിടയിൽ മുസ്തഫൽ ഫൈസി സത്യം പറഞ്ഞു പോയി. ആ ഭാഗം ഒന്ന് കേട്ടോളൂ. സൂക്തം പരിശോധിച്ചാൽ ഫൈദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ കപ്പലിൽ കയറിയാൽ അള്ളാഹുവെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അള്ളാഹുവോട്, പടച്ചവനെ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നന്നായിക്കൊള്ളാം എന്ന് പറയും. അപ്പോ കരയിലാണ് അവരുടെ ദൈവങ്ങൾ. അവരുടെ ദൈവങ്ങൾ ലാത്തയും ഉസ്സയും എല്ലാം കരയിലാണ്.
കരയിൽ അവർക്ക് പ്രശ്നമുണ്ടാവുമ്പോൾ ആ ബിംബങ്ങളെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവയെ ആരാധിക്കുന്നു. അതേ സമയത്ത് കടലിൽ പോകുമ്പോൾ അവിടെയൊന്നും ആ ദൈവങ്ങളില്ല. കാരണം ഈ ദൈവങ്ങളെല്ലാം പ്രത്യേക ഗോത്രങ്ങളിൽ അവരുടെ വീടുകൾ തിരുമുറ്റത്തും അവരുടെ വീട്ടിന്റെ ഉള്ളിലും മാളികയുടെ മുകളിലും ഒക്കെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഓരോ ഗോത്രത്തിനും ഓരോ ദൈവമാണ്. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അത് ചിലത് നരിയുടെ രൂപത്തിൽ, ചിലത് മനുഷ്യന്റെ രൂപത്തിൽ, ചിലത് കുതിരയുടെ രൂപത്തിൽ, ചിലത് പരുന്തിന്റെ രൂപത്തിൽ, ഇങ്ങനെ പലതുമാണ്. ഇതെല്ലാം സ്ഥാപിക്കപ്പെട്ടതാണ്, സ്ഥലമാറ്റം ചെയ്യാൻ പറ്റില്ല. ഇവർ കടലിൽ പോയാൽ കാറ്റും കോളും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവിടെ അള്ളാഹുവെ വിളിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും കരയിലേക്ക് വന്നാൽ വീണ്ടും പഴയ പടി തന്നെ സ്വീകരിക്കുന്നു എന്ന് ഖുർആനിൽ പറയുന്നത് കാണാം. ഇത് വെച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇവർക്ക് ആത്മാർത്ഥമായ അള്ളാഹു വിശ്വാസമുണ്ടല്ലോ എന്ന്. വാസ്തവത്തിൽ ഇത് സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സൂക്തങ്ങൾ നാം പരിശോധിക്കണം. ശരിക്കും ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കൂ. വൈദാ മസ്സക്കുമുദ്ദുർറു ഫിൽ ബഹരി ലല്ല മൻ തദഊന ഇല്ലാ ഇയ്യാഹ് ഫലമ്മാ നജാക്കും മിനൽ ബർരി അഅറൽതും വകാനൽ ഇൻസാനു കഫൂറ. വൈദാ മസ്സക്കുമുദ്ദുർറു ഫിൽ ബഹർ, കടലിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും സംഭവിച്ചാൽ ലല്ല മൻ തദഊന ഇല്ലാ ഇയ്യാഹ്, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന ഒറ്റൊന്നിനെയും അവിടെ കാണാനില്ല. ഇല്ല ഇയ്യാ, അല്ലാഹു അല്ലാതെ. അല്ലാഹുവല്ലേ എവിടെയും നിറഞ്ഞു നിൽക്കുന്ന അല്ലാഹുവാണല്ലോ. ആകാശത്തും ഭൂമിയിലും കരയിലും കടലിലുമെല്ലാം അല്ലാഹുവിന്റെ